രാജ്യം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയാണെങ്കിലും അമിത്ഷായെ ആർക്കും വിശ്വാസമില്ല. അതായത് ലോകസഭ മണ്ഡല പുനർനിർണയം സംബന്ധിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പുതിയ ജനസംഖ്യയാണോ ലോകസഭാ സീറ്റുകളുടെ എണ്ണമാണോ അതിനടിസ്ഥാനപ്പെടുത്തുക എന്നാണ് സിദ്ധാരാമയ്യ ഇപ്പോഴും സംശയിച്ചു നിൽക്കുന്നത്. അത് തന്നെയാണ് ഈ രാജ്യത്തെ പലരുടെയും സംശയം. പുനർനിർണയ പ്രക്രിയയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരു ദോഷവും ഉണ്ടാകില്ല എന്ന അമിത്ഷായുടെ അവകാശവാദം തന്നെ വിശ്വസിക്കാൻ കഴിയുന്നതല്ല. ഒട്ടേറെ കാരണങ്ങളുണ്ട്. അദ്ദേഹം അത് പറഞ്ഞ് ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുകയാണ് ഇതിന് പിന്നിൽ. നല്ല ഉദ്ദേശം ഒരിക്കലും അമിത്ഷാ വച്ചു പുലർത്തിയിട്ടില്ല എന്നതാണ് പലരും പറയുന്നത്. സിദ്ധാരാമയ്യയും അത് തന്നെയാണ് പറയുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് അമിത്ഷായുടെ പ്രസ്താവന എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ അവ്യക്തമായ ഈ പരാമർശങ്ങൾ കാണുമ്പോൾ ഒന്നുകിൽ അദ്ദേഹത്തിന് ശരിയായ വിവരങ്ങൾ ഇല്ല, അല്ലെങ്കിൽ കർണാടക, തെലുങ്കാന, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ് എന്നിവ ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പ്രതികൂലമായി ബാധിക്കാനുള്ള മനഃപൂർവമായ ഉദ്ദേശം കൊണ്ട് ചെയ്യുന്നത് മാത്രമാണ്. ഏറ്റവും പുതിയ ജനസംഖ്യാനുപാതത്തിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തി നിർണയം നടത്തിയാൽ അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് ചെയ്യുന്ന കടുത്ത അനീതിയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 50 വർഷമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ജനസംഖ്യാ വളർച്ച ഫലപ്രദമായി നിയന്ത്രിക്കുകയും വികസനത്തിൽ ഗണ്യമായി മുന്നേറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ജനസംഖ്യാ വളർച്ച നിയന്ത്രിക്കുന്നതിൽ അതിദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. അവർ വികസനത്തിൽ വളരെ പിന്നോക്കം പോവുകയാണ്, അത് തുടരുകയാണ്. ഇതെല്ലാം സിദ്ധാരാമയ്യ കണക്ക് പറഞ്ഞു നിരത്തുന്നു. ഏറ്റവും പുതിയ സെൻസസ് അടിസ്ഥാനമാക്കിയാണ് അങ്ങനെ പുനർനിർണയം നടത്തുന്നത് എങ്കിൽ കർണാടക ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലോകസഭാ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായേക്കും. അത് കേരളത്തിലും എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ടാകും. അതേസമയം വടക്കൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നും സിദ്ധാരാമയ്യ കണക്കുകളിലൂടെ പറയുന്നു. മണ്ഡല പുനർനിർണയത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് നിരവധി പഠനങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. ആ പഠനങ്ങൾ പ്രകാരം ഏറ്റവും പുതിയ സെൻസസ് അടിസ്ഥാനമാക്കിയാണ് അതിർത്തി നിർണയം നടത്തുന്നതെങ്കിൽ കർണാടകയിലെ ലോകസഭാ സീറ്റുകളുടെ എണ്ണം 28-ൽ നിന്ന് 26 കുറയാൻ സാധ്യതയുണ്ട്. അതാണ് സിദ്ധാരാമയ്യ ആശങ്കപ്പെടുന്നത്. അത് കോൺഗ്രസ് സംസ്ഥാനമാണ്. പക്ഷേ ലോകസഭയിൽ BJPക്ക് കൂടുതൽ സീറ്റ് ലഭിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം. എങ്കിലും BJP നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ലോകസഭാ സീറ്റുകളുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുപോലെ ആന്ധ്രാപ്രദേശിൽ സീറ്റുകൾ 42-ൽ നിന്ന് 34 കുറയും എന്നാണ് പറയുന്നത്. അവിടെയും BJP ഇല്ല. കേരളത്തിൽ 20-ൽ നിന്ന് 12 കുറയുമ്പോൾ ഏറ്റവും കൂടുതൽ UDFന് അല്ലെങ്കിൽ കോൺഗ്രസിന് സീറ്റ് ലഭിക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണെങ്കിലും അതിൽ കുറയുന്നത് ഒരുപാട് സീറ്റുകളാണ്. അങ്ങനെ തമിഴ്നാട്ടിൽ 39-ൽ നിന്ന് 31 കുറയുകയും ചെയ്യുന്നു. ഇതിനർത്ഥം ഒരു സീറ്റ് പോലും BJPക്ക് ഇല്ലാത്ത തമിഴ്നാട്ടിലും നഷ്ടം വരുന്നത് ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ്. എന്നാൽ ഉത്തർപ്രദേശിലേക്ക് നോക്കുകയാണെങ്കിൽ 80-ൽ നിന്ന് 91 ഉയരുന്നു. ബീഹാറിൽ 40-ൽ നിന്ന് 50 ഉയരുന്നു. മധ്യപ്രദേശിൽ 29-ൽ നിന്ന് 33 വർദ്ധിച്ചേക്കുമെന്നും സിദ്ധാരാമയ്യ കണക്കുകളോടെ പറയുകയാണ്. മണ്ഡല പുനർനിർണയത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ കാണിക്കുന്ന അസാധാരണമായ ഈ ആവേശം അത് കാണുമ്പോൾ BJPയെ ചെറുക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ജനങ്ങളെ ശിക്ഷിക്കുക എന്നത് മാത്രമാണ് യഥാർത്ഥ ഉദ്ദേശമെന്ന് സംശയിക്കപ്പെടുന്നു. അത് അമിത്ഷായുടെ ഒരു കളിയാണെന്നുള്ള വ്യക്തമായ സൂചനയാണ് സിദ്ധാരാമയ്യയും ദക്ഷിണേന്ത്യയും നൽകുന്നത്. പാർലമെന്റിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ശബ്ദങ്ങൾ കൂടുതലും നിശബ്ദമാക്കാനും ദേശീയ തലത്തിൽ അവരുടെ ആശങ്കകൾ ഉന്നയിക്കുന്നത് തടയാനും BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുനർനിർണയം എന്ന പുതിയ ആയുധം ഏറ്റെടുക്കുകയാണെന്നും സിദ്ധാരാമയ്യ തുറന്നടിച്ചിരിക്കുന്നു. ഏതായാലും ബ്രിട്ടീഷുകാരുടെ ഒരു നയമുണ്ട്. നയം ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നത്. അതിവിടെ BJPയും കൊണ്ടുവരികയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വീണ്ടും.